ആയിരിക്കും. ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. ഇത്ര മോശമായിട്ടൊക്കെ ഒരാൾ സംസാരിക്കുമോ, ഞാൻ ഞെട്ടിപ്പോയി. പിന്നീട് നല്ല സങ്കടം വന്നു. സ്റ്റിൽ അത്രയും വിഷമം ഉണ്ട് എനിക്ക്. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം താങ്കൾ പറഞ്ഞ ഭാഗം വെച്ചിട്ട് പറഞ്ഞാൽ, ഈ UDF നേതാവിൻ്റെ പരാമർശത്തിന് ശേഷം സ്ഥാനാർത്ഥി ഉൾപ്പെടെ UDFിൻ്റെ പ്രമുഖരായ 1 ഡസനിലേറെ ആളുകൾ സംസാരിച്ചു. അവരാരും തന്നെ ഇദ്ദേഹം നടത്തിയ ഈ പരാമർശം സ്ത്രീവിരുദ്ധമാണെന്നും ഇത് പാടില്ലായിരുന്നുവെന്നും ഞങ്ങളതിനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അവരാരും തന്നെ ആ കൺവെൻഷനിൽ പറഞ്ഞു. UDFിൻ്റെ കൺവെൻഷനിൽ നടത്താൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് ഇദ്ദേഹം നടത്തിയതെന്ന് അതിനുശേഷം പ്രസംഗിച്ച ഒരാൾ പോലും സംസാരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അത് അംഗീകരിച്ചു. ഇപ്പോൾ ഇത് വിവാദമായപ്പോഴാണ് അവർ ക്ഷമ പറയാനായിട്ട് അറിയുന്നത്. അതിൽ യാതൊരു കാര്യമില്ല. വ്യക്തിപരമായി അധിക്ഷേപിച്ച് കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളെ അതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയങ്കരിയായിട്ടുള്ള MLA വ്യക്തിപരമായി അധിക്ഷേപിച്ച് ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്താനാണ് അവർ ശ്രമിക്കുന്നത്. യാതൊരു സംശയമില്ല, ജനങ്ങൾ ഇതിന് കണക്ക് പറയും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എന്നല്ല, അമ്മപെങ്ങന്മാരുള്ള ഒരാളിനും അംഗീകരിക്കാൻ പറ്റാത്ത പരാമർശങ്ങളാണ് ഇവർ നടത്തിയത്. അതുകൊണ്ട് അവരുടെ ക്ഷമാപണമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അവർ നിയമത്തിൻ്റെ മുന്നിൽ മറുപടി പറഞ്ഞു. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത്, ഇതിന് മറുപടി ഈ നാട്ടിലെ ജനങ്ങൾ പറയണമെന്ന് വളരെ ഹൃദയത്തിൽ തട്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിലുണ്ടാവും. ഈ നാട് മൊത്തം പ്രതിഷേധിക്കും. അതൊരു LDFിൻ്റെ പ്രതിഷേധമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെയും സ്ത്രീകളുടെയും പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.